അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ 19ാമത്തെ പാഠം, ഒന്നാമത്തെ പാർട്ടാണ് കേട്ടോ. എന്താണ് അൽ-അമീൻ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നൊരു പാഠാണ്. വായിച്ചാൽ തന്നെ മനസ്സിലാവും. അള്ളാഹു നല്ല മനസ്സിലാക്കാനുള്ള കഴിവ് നൽകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധ മക്ക നഗരത്തിൽ വലിയ ജലക്ഷാമം നേരിട്ടു. വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. മുശ്രിക്കുകൾ ലാത്തയോടും ഉസ്സയോടും പ്രാർത്ഥിച്ചു. മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ മക്കയിലുള്ള മുശ്രിക്കുകൾ ബഹുദൈവ ആരാധകർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളുടെ പേരുകളാണ് ലാത്ത, ഉസ്സ. ഫലമുണ്ടായില്ല. തുടർന്ന് അബൂ ത്വാലിബിനെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ് അബൂ ത്വാലിബ്. അദ്ദേഹം മുത്തുനബിയുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പോയി. പരിശുദ്ധ മക്കയിലുള്ള പടച്ച റബ്ബിൻ്റെ ഭവനമാണ് കഅബ. ആ കഅബയിൽ പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. ആകാശം മേഘാവൃതമായി. കനത്ത മഴ പെയ്തു. അത് കഴിഞ്ഞു. ഇനി വേറൊന്ന്. ഒരിക്കൽ മൂത്താപ്പ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഉപ്പൻ്റെ സഹോദരൻ സുബൈറിനോട് കൂടി, ആ സഹോദരൻ്റെ പേര്, ഉപ്പ സഹോദരൻ്റെ പേര് സുബൈർ എന്ന, സുബൈറിനോട് കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ ഒരു കൂറ്റൻ ഒട്ടകം. യാത്രക്കാർ അത് കാരണം ബുദ്ധിമുട്ടുകയായിരുന്നു. ഒട്ടകം പോകാനേക്കൂല ആളുകളെ. ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ മുട്ടുകുത്തി വഴിയിൽ നിന്ന് മാറി നിന്നു. അവർ അപ്പോൾ ഒട്ടകത്തിൻ്റെ ബുദ്ധിമുട്ട്, ഒട്ടകം വഴിയിൽ നിന്ന് മാറിക്കോർത്തു. യാത്രക്കാർക്ക് സഞ്ചരിക്കാനും പറ്റി. ഇനി അടുത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ സുബൈറും നബിത്തങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ അവർ മടക്ക യാത്ര ആരംഭിച്ചു. വഴിയിൽ കുത്തിയൊലിക്കുന്ന ഒരു തടാകമുണ്ടായിരുന്നു. അതിലിറങ്ങി ഒലിച്ചു പോവും. വെള്ളമല്ലേ, ഒലിക്കണ വെള്ളമാണ്. അപ്പോൾ കാല് കുത്തിയാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒലിച്ചു പോവുക. അങ്ങനത്തെ തടാകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലിറങ്ങിയപ്പോൾ അതിൻ്റെ ഒഴുക്ക് നിന്നു. യാത്രക്കാർ തടാകത്തിലൂടെ നിർഭയം നടന്നു നീങ്ങി. ഒരു പേടിയില്ലാണ്ട് അക്കരമക്ക് നടന്നു നീങ്ങി. പോയി. 3 നാലാമത്തത്. മറ്റൊരിക്കൽ അബൂ ത്വാലിബിൻ്റെ ഒട്ടകം തിരയാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഒട്ടകം കാണാനല്ല കുട്ടിയെ, ഒട്ടകം കാണാനല്ല കുഞ്ഞെ. ഇത് എറിഞ്ഞു നോക്കുക പറഞ്ഞു. തിരയാൻ വേണ്ടി പോയി. അങ്ങനെ എല്ലാവരും തിരയാൻ വേണ്ടി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ ഒറ്റപ്പെട്ടു. ആ വഴി വന്ന അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകപ്പുറത്ത് തൻ്റെ പിന്നിൽ കയറ്റി. അന്ന് മുശ്രിക്കുകളുടെ നേതാവായിരുന്നു അബൂജഹൽ. അബൂജഹൽ ഈ കുട്ടി നല്ല കുട്ടി, അല്ല മീനല്ലേ, ഈ കുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കണ വെച്ചു. ഞാൻ എളാപ്പാൻ്റെ ഒട്ടകം തിരഞ്ഞ് വന്ന വഴി കാണാനില്ല. ഇപ്പോൾ വന്നോലൊക്കെ പോയി, ഞാൻ വഴി അറിയാതെ നിൽക്കുന്നത്. അത് കയറിക്കോ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് ലിഫ്റ്റ് കൊടുത്ത് ഒട്ടകത്തിൻ്റെ മൂപ്പര് ബേക്കിൽ കുട്ടിനെ ഇരുത്തി. പക്ഷേ
ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. കാരണം ലോകനേതാവ് ബാക്കിലിരുന്നുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു അവിശ്വാസികൾ നേതാവ് ഇരുന്നുകൊണ്ട് ഒട്ടകം നടക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിലിരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. പിന്നെ അബൂജഹലിന് തോന്നി, എൻ്റെ ഒട്ടകം ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ചിലപ്പോൾ ഈ അല്ലമീനെ ബാക്കിൽ ഇരുത്തിയതുകൊണ്ടേക്കാരെന്ന് മനസ്സിലാക്കി അയാൾ എന്ത് ചെയ്ത് അല്ലമീനെ മുമ്പേക്ക് ഇരുത്തി. ഒട്ടകം യാത്ര തുടർന്നു. ഈ അത്ഭുതങ്ങൾ മക്കക്കാർക്കിടയിൽ വലിയ സംസാരമായി. ഇപ്പം എത്ര അത്ഭുതങ്ങളല്ലേ, ഇതൊന്നും ഇഷ്ടം പോലെ. ഇത് കുറച്ച് നിങ്ങൾക്ക് വേണ്ടി പറയാം. ഇങ്ങനത്തെ കുട്ടിയാണ്, നല്ല വർത്താനായി. അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുകയായിരുന്നു. കിണറിങ്ങനെ കല്ലും കൊണ്ട് കെട്ടി റെഡിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനു വേണ്ടി കല്ല് ചുമന്ന് കൊണ്ടുവന്നു. ചുമൽ വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. കാരണം ചുമലുമ കല്ല് വെക്കുമ്പോൾ അതിൻ്റെ പാടുണ്ടാവും, പിന്നെ വേദന ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നും വേണ്ട മുത്തലാഖ. പക്ഷേ തുണി അയക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. ചെറിയ കുട്ടിയല്ലേ, ഒരു തുണി ഉണ്ടിനി, ഉടുക്കുന്ന തുണി, അരമുണ്ടേ, ആ തുണി എടുത്താണ്ട് തെരികാക്കാൻ വേണ്ടി തുണി ഇങ്ങോട്ട് അയച്ചു. തെരികാരൻ അമ്മമാണ്ട് വെച്ച് നോക്കണ്ടേ, തെരികാരനാകുമ്പോൾ അമ്മ പറഞ്ഞു തെരികാരനായാൽ വിറകും ചുമടൊക്കെ ചുമക്കാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റും നമ്മൾ ടയർ പോലെ ആക്കും. നമ്മൾ തലൻ്റെ ഭാഗത്തിന് തലമ്പൽ ഇങ്ങനെ വെക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ ലോഡ് വെക്കും, ഭാരമുള്ള വസ്തു വെക്കും. നമ്മളെ തലക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവും, ഇതൊക്കെ കുത്തിയിട്ടും ഒക്കെ തലവേദനിക്കും. അപ്പോൾ അത് തെരിക എന്ന് പറയും കേട്ടോ. തെരിക ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷെ സംഭവിച്ചത് തുണി കെട്ടയക്കലോട് കൂടി കുട്ടി ബോധം കെട്ടു വീണു. അപ്പോൾ അബൂ താലിബിന് മനസ്സിലായി, ഇത് ഈ കുട്ടിൻ്റെ നഗ്നത വെളിവാകാൻ പറ്റാത്ത കുട്ടിയാണ്. എളുപ്പം തുണിർത്തി കുട്ടി ബോധം വന്ന് നീച്ചും ചെയ്ത് കഴിഞ്ഞു. അധർമ്മത്തിലും തിന്മയിലും ഒഴുകി ജീവിച്ചിരുന്നവരാണ് അറബികൾ. അവർക്കിടയിൽ എല്ലാ തിന്മകളിൽ നിന്നും മോചിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. കുട്ടിക്കാലത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പല അത്ഭുതങ്ങളും പ്രകടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ അനാഥനായാണ് വളർന്നത്. പൂർണ്ണ അനാഥനായി വളർന്ന കുട്ടിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ അബ്ദുള്ള വഫാത്തായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ഉപ്പ വഫാത്തായി. 6-ാം വയസ്സിൽ ഉമ്മയും 6 വയസ്സായപ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയും വഫാത്തായി. 8-ാം വയസ്സിൽ വലിയുപ്പ അബ്ദുൽ മുത്തലിബും ഇഹലോകവാസം വെടിഞ്ഞു. എന്താ ഒരു കുട്ടിൻ്റെ അവസ്ഥ അല്ലേ? ഇല്ല, അമ്മയിലെ വല്യപ്പില്ല. കുട്ടിക്കാലം ദരിദ്രപൂർണമായിരുന്നു, പാവങ്ങളുടെ ജീവിതമായിരുന്നു, കഷ്ടപ്പാടുടെ ജീവിതമായിരുന്നു. എന്നാൽ ഒന്നിനും പരാതിപ്പെടാതെ സൽസ്വഭാവിയും സദ്വൃത്തനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. ഈ കഥയില്ല, അവനങ്ങനെ ഉണ്ട്. നിങ്ങളുണ്ടല്ലോ ചില കുട്ടികൾ, അമ്മ അവിടെ അതുണ്ട് കേട്ടോ, ഓനെ കുട്ടിക്ക് അതുണ്ട്, എനിക്കത് വേണം കേട്ടോ അമ്മ. ഓനുള്ളത് നമ്മൾക്ക് ഉണ്ടാകണമെന്നുണ്ടോ? നമ്മളെ വീട്ടിൽ സൗകര്യമൊക്കെ ഓൻ്റെ വീട്ടിൽ അങ്ങനെ പരാതിപ്പെടാൻ പാടില്ല. ഓൾക്കതുണ്ട് നമ്മൾക്കതില്ല, ഓനക്കതുണ്ട് എനിക്കതില്ല, അങ്ങനെ പരാതിപ്പെടാം. ഓനാണ് എനിക്ക് സൈക്കിൾ വേണം. നമ്മളെപ്പാനെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ നോക്കണ്ടേ? നമ്മളപ്പോൾ ചിലപ്പോൾ രോഗിയായിക്കാരം, നമ്മളമ്മ രോഗിയായിക്കാരം, ഓൾക്ക് തന്നെ മരുന്നിന് ഇഷ്ടംപോലെ പൈസക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വാശി പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും പരാതിപ്പെട്ടില്ല. സൽസ്വഭാവിയും സദ്വൃദ്ധനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു. സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ-അമീൻ എന്ന് വിളിച്ചു. നാട്ടുകാരിട്ട പേരാണ് അൽ-അമീൻ. ഉമ്മട്ട പേരില്ല നിങ്ങളെ കുട്ടികളെ. ഉമ്മട്ട പേര് മുഹമ്മദ്. ഉമ്മട്ട പറഞ്ഞാൽ ഉമ്മാൻ്റെ സ്വപ്നപ്രകാരം വല്ലിപ്പെട്ട പേര് അല്ലേ? അതെന്താ മുഹമ്മദ്? അത് മക്കാർ വിളിച്ചലില്ല. കുട്ടിയാകുമ്പോൾ മക്കാർ മുഹമ്മദേ എന്ന് വിളിക്കലില്ല. എന്താ വിളിക്കുക? അൽ-അമീനെ, സത്യം മാത്രം പറയുന്നവനെ, ചെയ്യുന്നവനെ, സത്യത്തിൻ്റെ കൂട്ടുകാരാ അൽ-അമീൻ എന്ന് വിളിക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എന്താ അർത്ഥം? അള്ളാഹുവിൻ്റെ ഹബീബേ, അങ്ങേക്ക് അല്ലാഹു തആലയുടെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് തെദ്രീബാത്ത് വേറെ ഒരു കടലാസ് ഒരു വീഡിയോ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.